നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ പുളിച്ചു തികട്ടൽ, ഡിസ്പെപ്സിയ എന്നാണ് ഇതിനെ സയന്റിഫിക്കലി പറയുന്നത്. ആമാശയത്തിനകത്ത് ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒരു കോൺസെൻട്രേഷൻ ആമാശയത്തിലുണ്ട്. ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മളുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ, സമയം തെറ്റിക്കഴിക്കുക, വളരെയേറെ എണ്ണ കൂടിയ ഭക്ഷണം, ഇത്തരത്തിലെ ഭക്ഷണങ്ങൾ നമ്മൾ മാറ്റി മറിച്ചും കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിന് അവിടെ വരുന്ന ഒരു ഇംബാലൻസ് ആണ് പലപ്പോഴും നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ ഈ ഡിസ്പെപ്സിയ, പുളിച്ചു തികട്ടൽ ഇതിലേട്ടൊക്കെ ലീഡ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് പരിഹരിക്കാം? കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കൽ ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് കഴിക്കുന്നുവോ അത് ഹെൽത്തി അല്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് വന്നു ചേരാം. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞ് വെള്ളം കുടിച്ചാലായിരിക്കും നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുക. അപ്പൊ ഹെലിക്കോബാക്ടറിന്റെ അളവ് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാലും ഡിസ്പെപ്സിയ പോലത്തെ ഫീച്ചേഴ്സ് കാണിച്ചു തന്നിരിക്കാം. പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഇപ്പൊ ലസ്സി എന്ന രീതിയിലൊക്കെ നമുക്ക് കുറെ അധികം പുളിക്കാത്ത തൈരൊക്കെ കഴിക്കാം. നല്ല രീതിയിൽ ദഹിക്കാൻ എളുപ്പമുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഫുഡിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പെപ്സിയ എന്നുള്ള കണ്ടീഷൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ആ കംപ്ലൈൻറ്റ് നമുക്ക് മാറുന്നില്ല എങ്കിൽ നല്ല ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള മരുന്നുകൾ കഴിച്ച് അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം.